വസ്സലാം അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൽ കൂടി വളരെ അടിവരയിട്ടുകൊണ്ട് രേഖപ്പെടുത്തിയ ആസിഫ് ബിൻ ബർഖ് എന്ന് പറയുന്ന ജിന്നിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുങ്ങി നോക്കാൻ പറഞ്ഞു. അങ്ങനെ മുങ്ങി നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴോ ഇദ്ദേഹം മുങ്ങിയിട്ട് വന്നപ്പോൾ ഇങ്ങനെ നല്ലതായിട്ടുള്ള സുന്ദരമാക്കപ്പെട്ട ഒരു കുബ്ബയും കൊണ്ടാണ് പൊങ്ങി വരുന്നത്. അതിന്റെ മുഴുവൻ വാതിലുകളും തുറന്നിടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നല്ല സുന്ദരനായ ഒരു യുവാവ് ഇങ്ങനെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്താ ചോദിച്ചല്ലയോ സഹോദര, നീ എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് എത്തപ്പെട്ടിരുന്നത്? എന്താ ആ കുബ്ബ കടലിന്റെ ആഴിയിൽ കിടന്നു വന്നിട്ടോ വലാ യദ്ഖുലു ഫീഹാ ഖിത്റത്തും മിനൽ മാ, വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി പോലും അതിനകത്തേക്ക് കടന്നിട്ടില്ല. ഒരു തുള്ളി പോലും. അത്രത്തോളം നല്ല ഭംഗിയായ ഒരു കുബ്ബയാണ് പൊക്കിയെടുത്തു കൊണ്ടുവന്നത്. സുലൈമാൻ നബി അവിടെ നിന്ന് ചോദിച്ചു പോയി, മാ അൻസലക ഫീ ഖഅരി ഹാദൽ ബഹർ, എങ്ങനെയാണ് നീ കുഴിക്കകത്തേക്ക് എത്തിപ്പെട്ടത്? അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത്, യാ നബിയല്ലാഹ് ഇന്നഹു കാന ബി റജുലുൻ മരീദാ فكانت أمي أمياء فقمت في خدمتها 70 سنة. ബഹുമാനമുള്ളവരെ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു എന്തെന്നറിയോ, ഇന്നഹു കാന ബി റജുലുൻ മരീദാ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഒരു രോഗിയായിരുന്നു. എന്റെ ഉമ്മ കണ്ണു കാണില്ലായിരുന്നു. എന്റെ ഉമ്മാക്കൊന്ന് വെളിയിലേക്ക് പോകണമെങ്കിൽ, ഒന്ന് സ്വന്തമായിട്ട് ആ വെളിയിലേക്കൊന്ന് പോകണമെങ്കിൽ എന്റെ സഹായം കൂടി വേണമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ടോ എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടോ 70 കൊല്ലം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. എന്റെ ഉമ്മയുടെ വഫാത്തിന്റെ സമയത്ത്, എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അത്തിൽ ഹയാത ബനി ഫീ തഅതിക. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിനക്ക് വേണ്ടി ദീർഘകാലം ഇബാദത്ത് ചെയ്യാ അവന്റെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കല്ലാ എന്നാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പായി ദുആ ചെയ്തിട്ടാണ് നബിയേ ഈ ലോകത്തെയും വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെടാൻ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അസ്തഖദിം ലക വലദീ ഫീ മക്കാ എന്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് എന്താ പറഞ്ഞു എന്നറിയോ, അല്ലാഹുമ്മ അസ്തഖദിം ലക, അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ട് ദീർഘകാലം സേവനം ചെയ്യാ എന്റെ പൊന്നുമോനിക്ക് നീ കഴിവ് കൊടുക്കല്ല, അവനെ നല്ലൊരു സ്ഥലത്ത് കാക്കല്ല, ഫീ മക്ക നല്ലൊരു സ്ഥലത്തേക്കോ അവനെ വന്ന് മാറ്റല്ല. ഒരു ശൈത്താൻ പോലും കടക്കാത്ത ഒരു സ്ഥലത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ആക്കല്ല എന്ന് എന്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കണ്ടോ സഹോദര, ഉപ്പാന്റെ ദുആയാണ്, ഉമ്മാന്റെ ദുആയാണ്, അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ എനിക്കും നിങ്ങൾക്കോ? അപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിനക്ക് എവിടെന്നാണ് ഭക്ഷണം കിട്ടുക? ഖാല യാ നബിയല്ലാഹ് യഅതി കുല്ല യൗമിൻ തയ്റുൻ നഖ്ലറ ഫീ മിൻഖാരി ശൈഇൻ
الأصغر مثل رأس الإنسان فكله فأقله فاجد في طعم كل نعيم في دار الدنيا. ഒരു സുന്ദരിയാക്കപ്പെട്ടൊരു കിളിയുണ്ട്. ആ കിളിയതാ എന്നും ഈ കുപ്പക്കുള്ളിലേക്ക് വരോ. അതിന്റെ ചുണ്ടിലോ മനുഷ്യന്റെ തല പോലെ ഉള്ളൊരു പാത്രമുണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കോ. എന്ത് വേണോ ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ സാധനവും അതിൽ കാണും. അതിൽ നിന്ന് ഞാൻ എല്ലാം എടുത്തുകൊണ്ട് ഭക്ഷിക്കുകയാണ്. ഫാജിദ് ഫീ തുഅമി കുല്ല നഈമി ഫീ ദാരി ദുനിയാ. ദുനിയാവിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളോ ദുനിയാവിന്റെ മുഴുവൻ സൗകര്യങ്ങളും ഞാൻ ആ ഭക്ഷണത്തിൽ നിന്ന് ഞാൻ ആസ്വദിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് പറഞ്ഞെങ്കിലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് അല്ലാഹുവിനോട് നല്ല രീതിക്ക് വെട്ടിക്കരഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മടങ്ങിക്കോ. അല്ലാഹുവേ, ദുനിയാവിന്റെ വരത്ത് ഞാൻ ജീവിച്ചിരുന്നപ്പോ, ദുനിയാവിന്റെ ആഡംബരത്തിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ കഷ്ടപ്പാടിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ ബുദ്ധിമുട്ടിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ ഒരുപാട് വൃത്തികെട്ട കൂട്ടുകാരോടൊപ്പം ഞാൻ എന്റെ ആയുസ്സിൽ ഞാൻ തള്ളി നീക്കിയപ്പോ, എനിക്ക് വേണ്ടി ഉറക്കമഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഞാനൊന്ന് നീക്കിയെറിഞ്ഞല്ലോ. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഉപ്പാനെ ഞാൻ നീക്കിയെറിഞ്ഞല്ലോ. ഒന്ന് കരയ് സഹോദരാ. ഇന്ന് ആയിക്കൊള്ളട്ടെ പാതിരാ സമയത്ത് ഇന്നത്തെ ആൾക്കാർ ഉമ്മമാരാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എത്ര ഉപ്പമാരാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴാണ് ഇസ്രായേൽ എന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും പിടിക്കുന്നത് എന്ന് പറയാൻ പറ്റോ? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. മരിക്കുന്ന സമയത്ത് ഉപ്പാന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോകല്ലേ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോകല്ലേ. രക്ഷയില്ല മുസ്ലിമേ, രക്ഷയില്ല. അല്ലാഹുവിന്റെ ഖബറിൽ പോലും നമുക്ക് രക്ഷ കിട്ടത്തില്ല. ഈ ദുനിയാവിന്റെ ഒരു നന്മയും നമുക്കുണ്ടാകില്ല. ദുനിയാവിന്റെ തിന്മയല്ലാതെ ദുനിയാവിന്റെ ഒരു നന്മയും നമുക്കുണ്ടാകില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണല്ലോ, ഉമ്മയും നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണല്ലോ. എന്നാൽ പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മരണപ്പെട്ടു പോയി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തോ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തോ. ഒന്ന് വെട്ടിക്കരഞ്ഞു നോക്കെന്റെ പ്രിയമുള്ളവരെ. നമുക്ക് വേണ്ടി അതാ എത്രയോ കരഞ്ഞവരാ. നമുക്കൊന്ന് സുഖമില്ലാതെന്നായി പോയാ നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഹോണും മുറക്കവുമില്ലാതെ വെട്ടിക്കരയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് കാറ്റിൽ പറപ്പിക്കുന്ന മക്കള് രക്ഷയില്ല. നമ്മുടെ ഉമ്മാക്കുള്ള സ്ഥാനത്തിന് 1000 പോറ്റും വരട്ടെ, ആ നമ്മുടെ ഉമ്മാന്റെ സ്ഥാനത്താകുമോ എന്റെ പ്രിയമുള്ളവരെ? ഒരിക്കലും ആവില്ലല്ലോ. അതാ 10 മാസം പെറ്റാതെ 10 മാസം വേദനയോടെ യാതനയോടെ കഷ്ടപ്പാടോടെ ഇത്രത്തോളം പ്രയാസം അനുഭവിച്ചുകൊണ്ട് വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് നമ്മളേതാ ദുനിയാവിലേക്ക് പ്രസവിച്ചിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മാറി എന്ന് തള്ളി പറയുന്ന മക്കളാണല്ലോ. പാടില്ല മുസ്ലിമേ, പാടില്ല. രക്ഷ വേണോ, രക്ഷ വേണോ. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തോ. ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ. ആ ഉപ്പാക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. ആ ഉമ്മാക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. എത്രയോ ഉപ്പമാരാ ഇന്നാരുടെ മണ്ണിന്റെ കത്തളത്തിൽ കഴിയുന്നതാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഓ ഖബറിൽ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തോ. ഇന്ന് വെള്ളിയാഴ്ച രാവെന്ന് വന്നിട്ട് പോലും എത്ര മക്കളാണ് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുക? എത്ര മക്കളാണ് ഉപ്പാന്റെ ഖബറിടത്തിലേക്ക് പോയിട്ട് അല്ലാഹുവേ ഈ ഖബറിന്റെ ഘട്ടത്തിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അല്ലാഹുവേ, എനിക്ക് വേണ്ടി ഒരുപാട് റക്കമൊഴിഞ്ഞ, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഉപ്പയും ഉമ്മയും അതാ ഇന്നാരും കൂട്ടിനില്ലാത്ത 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഘട്ടത്തിൽ കഴിയുന്നല്ല റബ്ബേ. اللهم اغفر لأبي اللهم اغفر له وارحمه واعف عنه. ഉപ്പാന്റെ ഖബറിടത്തേക്ക് പോയിക്കൊണ്ടിട്ടായി ഉപ്പാന്റെ ഖബറിടത്തിലേക്ക് പോയിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന എത്ര മക്കളുണ്ട് എന്റെ പ്രിയമുള്ളവര്? ഉമ്മാന്റെ ഖബറിലേക്ക് ഒന്ന് പോയിട്ട് اللهم اغفر لها
കിടക്കുന്ന ഉപ്പാന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റോ? നിങ്ങൾക്ക് പറയാൻ പറ്റോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് പുന്നാര റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാണ്, ആ ഉപ്പാക്ക് വേണ്ടിയിട്ട് നീ ഹദിയ ചെയ്തോ. ഏറ്റവും കൂടുതൽ ആ കബറിൽ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി നീ ഹദിയ ചെയ്തോ. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ച കാര്യമാ. അവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓദിക്കോ. ഇന്ന് വെള്ളിയാഴ്ച രാവല്ല പോട്ടെ, അല്ലാത്ത സമയമല്ല പോട്ടെ, എത്ര ആളുകളുണ്ട് എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാനതാ ഒരു യാസീൻ ഓതുകയാ, ഒരു ഫാത്തിഹ ഓതുകയാ എന്ന് പറയാൻ ചങ്കൂറ്റത്തോട് കൂടിയിട്ട് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? ഒരുപക്ഷെ എണ്ണിയാ ഒന്നോ രണ്ടോ ആളുകളല്ലേ കാണുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, നമ്മുടെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്തു. ആ കബറിൽ കിടക്കുന്ന ഉപ്പ വിളിച്ചു പറയുന്ന, മക്കളെ, ഞാൻ ഉണ്ടാക്കിയിട്ടിട്ട് പോയ സ്വത്താണല്ലോ ഇന്നിപ്പോ നിങ്ങൾ തിന്നു തീർക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്. അതിൽ നിന്നും ഒരു അംശമെങ്കിലും ഈ പ്രിയപ്പെട്ട പിതാവിന്റെ കബറിടത്തിലേക്ക് എന്തുകൊണ്ടാ ഹദിയ ചെയ്യാത്തത്? ഉമ്മയും ഇതേപോലെ പറയുന്ന ചെറുപ്പക്കാരാ, എന്നിപ്പോ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടിയിട്ട്, മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സംഭാവനകൾ ചെയ്തോ സഹോദര. നമ്മുടെ ഉപ്പാന്റെ പൊരുത്തത്തോടുകൂടി മരിക്കുന്ന, ഉമ്മാന്റെ പൊരുത്തത്തോടുകൂടി മരിക്കുന്ന ആ ഉപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, ആ ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, ഉപ്പാക്ക് വേണ്ടിയിട്ട് എപ്പോഴും സലാം പറയുന്ന എത്രയോ കബറിടങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് എന്റെ ഉപ്പയാണല്ലോ ഈ കബറിൽ കിടക്കുന്നത്, എന്റെ ഉമ്മയാണല്ലോ ഈ കബറിന്റെ ആടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളകത്തിൽ കിടക്കുന്നത്. അസ്സലാമു അലൈക യാ ഉമ്മീ എന്ന് പറഞ്ഞെന്ന് സലാം പറയാൻ എത്ര ചെറുപ്പക്കാരാ, എത്ര ഉപ്പമാരാ ഇന്നിപ്പോ മുന്നോട്ട് വരുന്നത്. സമയമില്ലല്ലോ, സമയമില്ലല്ലോ. ഇന്ന് കാലം എന്നെയും നിങ്ങളെയും ചതിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ചതിയിലേക്ക് പോകല്ല മുസ്ലിമേ, ഈ ചതിയിലകപ്പെട്ടു പോയാൽ നമുക്ക് രക്ഷയില്ല മുസ്ലിമേ. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്തില് ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ തൗഫീഖ് തരട്ടെ. ഉമ്മാന്റെ ബോധമില്ലെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ചല്ലോ, മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് ചൊല്ലാൻ പറ്റില്ല. അല്ലാഹുവേ, മരണപ്പെടുന്ന സമയത്ത് ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം കിട്ടില്ല. ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാം. നമുക്ക് നീ സൗഭാഗ്യം താല്ല. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, ഇന്നത്തെ വഅദ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉമ്മായെ സ്നേഹിക്കുന്ന, നമ്മുടെ ഉപ്പാനെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന മക്കളായി മാറുക. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അർഹമായിട്ടുള്ള പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അല്ലാഹു തആല നമ്മുടെ അമലുകൾ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു പരിപാടി വെച്ചിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊക്കെ അറിയാം, ജീലാനി അതിനോടനുബന്ധിച്ചുകൊണ്ടാണ്, ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ മഹാനുഭാവന്റെ ദുആ ബറക്കത്ത് കിട്ടുന്ന സദസ്സാണ്, അല്ലേ? നമ്മൾ